When everyone thinks we are dead and buried, we go and win the Champions League. This is what Real Madrid is all about. മുൻപൊരിക്കൽ റയൽ മാഡ്രിഡ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അൽവാരോ ആർബലോ എന്ന സ്പാനിഷ് താരം തൻ്റെ ക്ലബിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ശരിയാണ്, മറ്റേത് ടൂർണമെൻറ്റിലും എത്ര മോശം ഫോമിൽ കളിച്ചാലും ചാമ്പ്യൻസ് ലീഗിലെ റയൽ അതൊന്ന് വേറെ തന്നെയാണ്. സ്വന്തം ചാരത്തിൽ നിന്ന് ഉയർന്നു പറക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ അവർ യൂറോപ്യൻ മേലാകാശത്തിൽ വട്ടമിട്ടങ്ങനെ പറക്കും. 2009 മുതൽ 2018 വരെ റയലിൻ്റെ പടനായകനായിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ 2 ലാലിഗ കിരീടം മാത്രം വിജയിച്ചപ്പോൾ ഹാട്രിക് ഉൾപ്പെടെ യൂറോപ്യൻ കിരീടത്തിൽ മുത്തമിട്ടത് 4 തവണയാണ്. അതാണ് ചാമ്പ്യൻസ് ലീഗിലെ റയലിൻ്റെ പവർ. ചാമ്പ്യൻസ് ലീഗ് രാവിലെ ബെർണബ്യൂ, അത് യൂറോപ്പിലെ ഏതൊരു എതിരാളിക്കും ഒരു ദുസ്വപ്നമാണ്. കനക കിരീടം സ്വപ്നം കണ്ടവർ നടത്തിയ ജൈത്രയാത്രകൾ പലതും ഞൊടിയിടയിൽ തകർന്നടിഞ്ഞ വേദി. റമോറ്റാടകൾ എന്നത് സ്ഥിരം പല്ലവിയായ ഒരു മൈതാനം. അവിടെ ഒരു വിജയം അത് പലർക്കും ജീവിതാഭിലാഷമാണ്. പക്ഷേ അകമയും പുറമേയും താളം തെറ്റി കിടക്കുന്ന റയലിന് സ്വന്തം മൈതാനത്തിൽ നിന്നലെ വിജയിച്ചേ മതിയാവും. കഴിഞ്ഞ മത്സരത്തിൽ കൂവിയാർത്ത സ്വന്തം കാണികളെ അവർക്ക് കൈയടിപ്പിക്കണം. കളിക്കളത്തിലെ പ്രകടനം കണ്ട് അവർ കോരിത്തരിക്കണം. എത്ര തന്നെ തകർന്നടിഞ്ഞു കിടന്നാലും ചാമ്പ്യൻസ് ലീഗിൽ റയൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന തൻ്റെ വാചകം അർബലോവ ഒരിക്കൽ കൂടി മനസ്സിലുറപ്പിച്ചു. അങ്ങനെ പരിശീലക കുപ്പായത്തിലെ തൻ്റെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് അർബലോവ ബെർണബ്യൂവിൽ ഇറങ്ങി. മൂന്നാം മത്സരത്തിലും 11-ൽ ചില മാറ്റങ്ങളുണ്ടായിരുന്നു. മുന്നിൽ എംബാപ്പെ, വിനി, മസ്തോൻഡാനോ ത്രയം. മിഡ്ഫീൽഡിൽ ബെല്ലിംഗ്ഹാം, അർദാ ഗുളർ എന്നിവർക്കൊപ്പം അർലൈൻ ഷോമിനി. സെൻറ്റർ ബാക്കിൽ ഡീൻ ഹ്യൂസൺ, റൗൾ അസെൻസിയോ കോമ്പിനേഷൻ നിലനിർത്തിയപ്പോൾ ഫുൾ ബാക്കുകളായി കളിച്ചത് വൽവർഡയും കമാവിങ്ങയും. ഗോൾ വാർണിക്കയിൽ തിബോ കോർട്ടുവ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കളി തുടങ്ങി 5 മിനിറ്റ് ആവുന്നതേ ഉള്ളൂ. വലതു വിങ്ങിലൂടെ വൽവർഡെ ഒരു മുന്നേറ്റത്തിന് തുടക്കമിടുന്നു. ഒറ്റടച്ചിൽ പന്ത് മസ്താൻഡോയിലേക്ക്. പിന്നാലെ അതിവേഗം ബോക്സിൽ കൊടിയേറിയ താരം ആ പന്ത് തിരികെ വാങ്ങി എംബാപ്പയ്ക്ക് തളികയിലെന്ന പോലെ പാസ്സൊരുക്കി. എംബാപ്പയുടെ ഫസ്റ്റ് ടൈം ഫിനിഷിൽ പന്ത് പോസ്റ്റിൻ്റെ വലതുമൂലയിൽ പോയി വിശ്രമിച്ചു. റയൽ 1 ഗോളിന് മുന്നിൽ. കളി പിന്നെയും മുന്നോട്ടേക്ക് നീങ്ങി. സ്വന്തം കാണികളെ തൃപ്തിപ്പെടുത്താൻ ഈ 1 ഗോൾ മാർജിൻ ഒന്നുമല്ല എന്നത് റയൽ താരങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഓരോ അവസരത്തിലും റയൽ മൊണോക്കോ ഗോൾ മുഖം ലക്ഷ്യമാക്കി മുന്നേറ്റങ്ങൾ നടത്തി. 26-ാം മിനിറ്റിൽ ഒരിക്കൽ കൂടി എംബാപ്പെ മൊണോക്കോ ഗോൾ വരയിൽ പന്തെത്തിച്ചു. ഇക്കുറി വഴിയൊരുക്കത് വിനീഷ്യസ് ജൂനിയറാണ്. ഇടത് വിങ്ങിൽ നിന്നും തുടങ്ങിയൊരു നീക്കം. കമാവിങ്ങിൽ നിന്നും പന്ത് വിനിയിലേക്ക് തിരികെ വാങ്ങി മൈതാന മധ്യത്തിൽ നിൽക്കുന്ന ഗുള്ളർക്ക് താരം അത് മറിച്ചു നൽകി. ഗുള്ളറുടെ ഫസ്റ്റ് ടൈം ത്രൂ പാസ് നേരെ വന്നത് ഇടത് വിങ്ങിലൂടെ ഓടിക്കേറിയ വിനിയുടെ കാലുകളിലേക്കാണ്. ഒപ്പം ഓടി എംബാപ്പയുടെ റണ്ണിനെ മനസ്സിലാക്കി വിനി ബോക്സിലേക്ക് പന്ത് നീട്ടി നൽകി. എംബാപ്പയ്ക്ക് പന്തിൻ്റെ ദിശ മാറ്റിവിടേണ്ട ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ പകുതി അവസാനിച്ചു. ഗോളിലും കണക്കിലുമെല്ലാം റയലിന് തന്നെ മേധാവിത്വം. എങ്കിലും ഒരു കംപ്ലീറ്റ് ഡോമിനന്റ് മാച്ച് എന്ന തരത്തിലേക്ക് ഈ മത്സരം എത്തണമെങ്കിൽ സ്കോർ ബോർഡ് ഇനിയും മുന്നോട്ടേക്ക് പോകണം. രണ്ടാം പകുതിയുടെ 5-ാം മിനിറ്റിൽ അടുത്ത ഗോൾ പിറന്നു. മൊണോക്കോയുടെ ഒരു സ്ലോ ബിൽഡപ്പ് സെൻറ്റർ സർക്കിളിൽ വെച്ച് ഡീൻ ഹ്യൂസൻ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. പന്ത് പിടിച്ചെടുത്ത എംബാപ്പയെ ബോക്സിലേക്ക് ഓടുന്ന വിനിയിലേക്ക് അത് നീട്ടി നൽകി. കൃത്യസമയത്ത് 2 മൊണോക്കോ പ്രതിരോധ താരങ്ങൾ മുന്നിൽ ബ്ലോക്കുമായി എത്തിയതോടെ ഷോട്ടെടുക്കാതെ വിനി ഒരു വേള പന്തൊന്ന് ഹോൾഡ് ചെയ്യുന്നു. പിന്നാലെ വലതു വിങ്ങിൽ ഒഴിഞ്ഞു കിടന്ന മസ്താൻഡോയിലേക്ക് അത് നീട്ടി നൽകി. ഫ്രാങ്കോയുടെ വലങ്കാലൻ ഫിനിഷിൽ റയലിൻ്റെ 3-ാം ഗോൾ. ഈ ഗോളിന് റയലിൻ്റെ ചാമ്പ്യൻസ് ലീഗ് ചരിത്ര പുസ്തകത്തിലെ പല പേജുകളിലും ഇടം പിടിക്കാനുള്ളൊരു നിയോഗം കൂടി ഉണ്ടായിരുന്നു. എൻട്രിക്കിനും റൗളിനും ശേഷം റയൽ കുപ്പായത്തിൽ ചാമ്പ്യൻസ് ലീഗ് ഗോൾ നേടുന്ന 3ാമത്തെ പ്രായം കുറഞ്ഞ താരമാണ് ഫ്രാങ്കോ മസ്താൻഡോനോ. 18 വർഷവും 159 ദിവസവുമാണ് ഇന്നലെ ഗോൾ നേടുമ്പോൾ ഫ്രാങ്കോയുടെ പ്രായം. ഈ ഗോളിന് വഴിയൊരുക്കിയ വിനിയും മറ്റൊരു നായിക കല്ലിലേക്ക് കുതിക്കുകയാണ്. ഇന്നലെ താരം നൽകിയത് ചാമ്പ്യൻസ് ലീഗിലെ തൻ്റെ 29-ാം അസിസ്റ്റാണ്. ചാമ്പ്യൻസ് ലീഗിൽ റയലിനായി കൂടുതൽ അസിസ്റ്റ് നൽകിയവരുടെ പട്ടികയിൽ ബെൻസിമയെ മറികടന്ന് വിനി 2ാമതെത്തി. 31 അസിസ്റ്റുള്ള സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമാണ് ഇനി താരത്തിന് മുന്നിലുള്ളത്. നിലവിൽ യൂറോപ്പിൽ ആക്റ്റീവായ താരങ്ങളിൽ UCL അസിസ്റ്റ് പട്ടികയിലും വിനി 2ാമതുണ്ട്. കെവിൻ ഡിബ്രൂയിനെ മാത്രമാണ് മുന്നിലുള്ള ഏക താരം. 55-ാം മിനിറ്റിൽ വിനി ഒരിക്കൽ കൂടി പന്ത് മൊണോക്കോ ബോക്സിലേക്ക് നീട്ടി. ഗോൾ മുഖം ലക്ഷ്യമാക്കി ഓടിയ അർദാ ഗുളറായിരുന്നു വിനിയുടെ ടാർഗറ്റ്. പക്ഷേ ഗുള്ളറിലേക്കുള്ള യാത്രയിൽ പന്ത് കെഹറുടെ കാലിൽ തട്ടി സ്വന്തം വലയിൽ പതിച്ചു. ഗോൾ മഴ പെയ്ത ആവേശത്തിൽ ബെർണബ്യൂ ഗാലറിയിൽ നിന്നും കടലിരമ്പം കേട്ടു. കഴിഞ്ഞ മത്സരത്തിൽ തനിക്ക് നേരെ കൂവിയാർത്ത കാണികളെ വിനി സ്വന്തം പെർഫോമൻസ് കൊണ്ട് വിസ്മയിപ്പിച്ചു. അവർ അയാൾക്കായി കൈയടികൾ മുഴക്കി. റയൽ മിഡ്ഫീൽഡിനെ ഭേദിച്ച് പാസുകൾ നടത്തുക എന്നത് മൊണോക്കോക്ക് പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. അവർ അത്തരത്തിൽ നടത്തിയ പല നീക്കങ്ങളും ഇന്റർസെപ്റ്റ് ചെയ്താണ് റയൽ മൊണോക്കോ വലയിൽ ഗോൾ നിറച്ചത്. 63-ാം മിനിറ്റിൽ ഒരിക്കൽ കൂടി അതുതന്നെ നടന്നു. മൊണോക്കോ ബിൽഡപ്പിനെ ഇക്കുറി കീറി മുറിച്ചത് അർദാ ഗുള്ളർ. താരത്തിൻ്റെ കാലിൽ തട്ടി വന്ന പന്തിനെ പിടിച്ചെടുത്ത വിനി മൊത്തം മൊണോക്കോ ഡിഫൻസിനെ കാഴ്ചക്കാരനാക്കി വലയിൽ നിറയൊഴിച്ചു. 1 മണിക്കൂർ പിന്നിടുമ്പോൾ റയൽ എതിർവലയിൽ അടിച്ചത് എണ്ണം പറഞ്ഞ 5 ഗോളുകൾ. ഗാലറിയുടെ ആവേശം ഇരട്ടിയാക്കാൻ ഈ കണക്കുകൾ തന്നെ ധാരാളമായിരുന്നു. 80-ാം മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാം കൂടി സ്കോർ ഷീറ്റിൽ കയറിയതോടെ ബെർണബ്യൂവിലെ റയലിൻ്റെ ആറാട്ട് പൂർണ്ണമായി. യുഎഫയുടെ രേഖകളിൽ വിനീഷ്യസിൻ്റെ അസിസ്റ്റുകൾ 30-ലെത്തിയിട്ടുണ്ട്. സാക്ഷാൽ തോമസ് മുള്ളറിനും സാവി ഹെർണാണ്ടസിനും ഒപ്പം നിൽക്കുന്ന കണക്ക്. ഓൺ ഗോളിനടക്കം 3 അസിസ്റ്റും 1 ഗോളുമായി 10-ൽ 10 പെർഫോമൻസ് നടത്തിയ വിനി മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് അവാർഡുമായിട്ടാണ് മടങ്ങിയത്. 2 ദിവസം മുമ്പ് തന്നെ കുരിശിൽ തറച്ച കാണികളുടെ മുമ്പിൽ അയാളുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഈ മത്സരം വിനിയുടെ കരിയറിൽ ഈ തലക്കെട്ടിൽ എഴുതപ്പെടും, ദ മാച്ച് ഓഫ് റിഡംഷൻ. മത്സരശേഷം തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന അഭ്യൂഹങ്ങളിൽ ചിലതിനോട് പ്രതികരിക്കാനും താരം തയ്യാറായി.
താൻ ടീം വിടുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ലെന്നും ഇവിടെ കുറച്ചധികം നാൾ തുടരുമെന്നും താരം പറഞ്ഞു. എൻ്റെ കരാറിൽ ഇനിയും 1 വർഷം കൂടി ബാക്കിയുണ്ട്. ഞാനും പ്രസിഡന്റ് പെരസും തമ്മിലുള്ള ബന്ധം വളരെ മികച്ചതാണ്. അദ്ദേഹത്തിന് എന്നിൽ ഇപ്പോഴും വിശ്വാസമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാണികൾ ഞങ്ങളെ പഴയതുപോലെ പിന്തുണച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഒരുമിച്ച് കൊയ്യാം. വിനിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഈ ഒരു പ്രകടനമാണ് വിനീഷ്യസിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും അതിന് ആരാധകരുടെ പൂർണ്ണ പിന്തുണ ആവശ്യമാണെന്നും പരിശീലകൻ അൽവാരോ ആർബലോയും പ്രതികരിച്ചു. തൻ്റെ ഗോൾ സെലിബ്രേഷനെ പറ്റി ഇപ്പോൾ പറയാനാവില്ലെന്നും എങ്കിലും അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുമാണ് ബെല്ലിംഗ്ഹാമിൻ്റെ പ്രതികരണം. താരം പാർട്ടികളിൽ പോയി അമിതമായി മദ്യപിക്കാറുണ്ടെന്നും അതാണ് താരത്തിൻ്റെ മോശം പെർഫോമൻസിന് കാരണമെന്നും പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. ഇതിനുള്ളൊരു മറുപടിയുമായിട്ടാണ് ബെല്ലിംഗ്ഹാം ഇത്തരമൊരു സെലിബ്രേഷൻ നടത്തിയതെന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം. ഗാലറിയിലെത്തിയ കാർലോ അൻസെലോട്ടിയെ സാക്ഷിയാക്കി എംബാപ്പയും മറ്റൊരു റെക്കോർഡിലെത്തി. കരിയറിൽ ആദ്യമായി ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ 10 ഗോളുകളെന്ന ബെഞ്ച് മാർക്ക് താരം പിന്നിട്ടു. 6 മത്സരത്തിൽ 11 ഗോളുമായി എംബാപ്പെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമതാണ്. 4 അസിസ്റ്റുമായി വിനീഷ്യസും അസിസ്റ്റ് പട്ടികയിൽ മുന്നിലുണ്ട്. 7 കളിയിൽ 5 ജയവുമായി റയൽ ഏതാണ്ട് അടുത്ത റൗണ്ട് ഉറപ്പിച്ച മട്ടാണ്. ഇനി മുൻ പരിശീലകൻ കൂടിയായ ഹോസെ മറീനോയുടെ ബെൻഫിക്കയുമായാണ് അടുത്ത മത്സരം. അർബലോക്ക് കീഴിലെ റയൽ ഇക്കുറി കിരീടത്തിൽ മുത്തമിടുമോ? കാത്തിരുന്നു കാണാം.